ആരുടെ മേലെ കൈവയ്ക്കാൻ പോയെന്ന് അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. നാളെ ഞാൻ താലി കെട്ടാൻ നിശ്ചയിച്ച എന്റെ പെണ്ണിന്റെ മേലെയാ. ജീവിതത്തിൽ നിനക്ക് ആദ്യമായി പിഴവ് പറ്റിയിരിക്കുന്ന ശാലിനി. സുഹൃത്തുക്കളെ സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുന്ന നീ ഏറ്റവും അടുത്ത സുഹൃത്താക്കിയത് സത്യഭാമയുടെ ഗുണ്ടാപ്പടയുടെ നേതാവിനെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് നീ അയാളെ ആശ്രയിച്ചു. അയാളത് പക്ഷെ തെറ്റിദ്ധരിച്ച് ഏറ്റെടുത്തത് മറ്റൊരു രീതിയിലും. ഗുണ്ടയാണെങ്കിലും നിനക്ക് മുന്നിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി നിന്റെ മനസ്സിൽ കയറിപ്പറ്റാനായി നടിക്കുകയായിരുന്നു ഇത്രയും നാൾ അയാൾ. ചേടാ, ഇവൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. എന്തായാലും കൊള്ളാം. ഇതാരി അളീനാണല്ലോ. പറളിയാ, എന്തുണ്ട് വിശേഷം? നീ എവിടെയാടാ? ഞാൻ ഹാജിയാരുടെ തടിമില്ലി. അത് നന്നായി. പറഞ്ഞ പണി ചെയ്യാതെ എവിടെയും ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ ഞാൻ. അല്ലളിയാ, ഞാൻ ഹാജിയാരെ കണ്ടിരുന്നു. സ്ഥലം കാണാൻ പോവാൻ വേണ്ടി ഇപ്പൊ വരാന്നും പറഞ്ഞു. ഞാൻ കാറിനടുത്ത് വെയിറ്റ് ചെയ്യുക. ശരി. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ വിലയുടെ കാര്യം അവിടെ മിണ്ടി പോരുത്. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടുള്ളതാണെന്ന് മാത്രം ആ മണ്ട ഹാജിയാരോട് പറഞ്ഞാ മതി. 5 ലക്ഷം വീതം നമ്മുടെ പോക്കറ്റ് ഇരിക്കേണ്ട കേസാ. അത് പിന്നെ ഈ വക ഉടായിപ്പൊക്കെ എന്നെ പ്രത്യേകം പഠിപ്പിക്കണോളിയാ. ഈ കാര്യത്തിലൊക്കെ ഞാൻ അളിയന്റെ ആശാനല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് വിളിക്കും. ഞാൻ ഫോൺ നോക്കിയാ. അയ്യോ അളിയാ, ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇവിടെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു. അളിയൻ അറിഞ്ഞില്ലല്ലോ? ഇല്ല. എന്ത് സംഭവം? അളിയന്റെ പഴയ ഭാര്യയില്ലേ, കുടുംബശ്രീ ശാരദാമ്മ, അവര് ഹാജിയാരെ കാണാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്തിന്? ഹാജിയാരെ ഫാക്ടറിയില്ലേ, അവിടുത്തെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് എടുത്തിരുന്നത് ഒരു തമിഴനാ. വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അയാളെ ഹാജിയാര് പറഞ്ഞു വിട്ടു. ആ കോൺട്രാക്ട് കിട്ടുമെന്ന് അറിയാനാ ശാരദാമ്മ ഒരു പരിചയക്കാരിയും കൊണ്ട് ഇവിടെ വന്നത്. എന്നിട്ട് ഹാജിയാര് കോൺട്രാക്ട് കൊടുത്തോ? എടാ, അത് കിട്ടിയ ശാരദയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. 10,000 ഓരോ ദിവസവും കൈ തടയുക. അറിയാം. അറിഞ്ഞുകൊണ്ട് അവർക്കിത് കിട്ടാൻ ബാലേന്ദ്രൻ സമ്മതിക്കുവളിയാ. അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപയുടെ ചെക്ക് അവർ എഴുതി തുടങ്ങിയതല്ലേ. ഞാൻ കയറി മുട്ടി അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ആണോ? എന്നിട്ടെന്താ, അവരിപ്പോ വെക്കാണ്. അതിന്റെ ഒരു പ്രത്യേക സുഖത്തിലാ ഞാനിപ്പോ. ശാരദാമ്മ. ആരെ? ശാരദാമ്മ പോയില്ലേ? ഇല്ലടാ, പോയില്ല. ഭക്ഷണത്തിൽ പാറ്റയും പല്ലിയും വിഷവും വിളമ്പാനേ പണത്തിന് ആർത്തിക്കാരിയായിട്ടെ ദിവസവും ഇവിടത്തെ ക്യാൻറ്റീനിൽ ഒരു ചാൻസ് കിട്ടാനായിട്ട് നിൽക്കുക ഞാൻ. അത് കിട്ടിയിട്ട് വേണം ഇവിടെ വെട്ടും കുത്തും നടത്താൻ. അയ്യോ, അത് ഞാൻ ഹാജിയാരോടൊരു തമാശ പറഞ്ഞില്ലേ. അയാളത് സീരിയസ് ആയിട്ടാണ് കൊടുത്തത്. കഷ്ടം തന്നെ. നിർത്തടാ. ഒരു പെണ്ണിന്റെ ഭാവിയും ജീവിതവും ഒക്കെ നിനക്കെപ്പോഴും വെറും തമാശയല്ലേ? പെൺമക്കള് പ്രായപൂർത്തിയാവുന്ന കാലം മുതലേ അവരുടെ കല്യാണവും കുടുംബവും ഒക്കെ സ്വപ്നം കണ്ട് നെഞ്ചിലാദ്യ കയറ്റുന്നവരാ മാതാപിതാക്കന്മാര്. ആ വേദനയും സങ്കടമൊക്കെ തിരിച്ചറിയണെങ്കിലേ നീ ഒരു അച്ഛനാവണമെന്നില്ല, വെറും മനുഷ്യനായാ മതി. പക്ഷെ നീ ഒരു മൃഗവാ, കുറുക്കന്റെ ജന്മം. ശാരദാമ്മ ഇങ്ങനെ ക്ഷോഭിക്കാതെ. ഈ കല്യാണം മുടങ്ങിപ്പോയാലും ശാരദാമ്മ വിഷമിക്കണ്ടെന്നേ. അവളില്ലേ, ആ ശാരിക, അവളെ ഞാൻ കെട്ടിക്കോളാം.
സ്ത്രീധനം ഫ്രീ ആയിട്ട്. തീർന്നില്ലേ? ഫോൺ കട്ടായല്ലോ. ഇത് നീ ഇപ്പൊ ചെയ്ത മഹത്കർമ്മത്തിനുള്ള ചെറിയൊരു സമ്മാനം. പിന്നെ ശാരിക നിനക്ക് കെട്ടിച്ചേരുന്ന കാര്യം, വഴിവക്കിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന അംഗവൈകല്യമുള്ളവര് പോലും അന്തസ്സായൊരു ജോലി ചെയ്യുന്നെന്ന് ഞാൻ പറയൂ. പക്ഷേ നിന്നെ പോലെ ആരാണ്ട് ചോര കുടിച്ച് ജീവിക്കുന്ന അത്തകൾക്ക് ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുക്കില്ല. പിച്ചക്കാർക്കോ കുഷ്ഠരോഗികൾക്കോ ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുത്താലും നിനക്ക് ശാരദയുടെ മക്കളെ ആരെയും കിട്ടില്ല എന്നർത്ഥം. പിന്നെ ഇനിയും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്ന് നീ ഇപ്പൊ കാണിച്ച പോലത്തെ തെമ്മാടത്തിനെ കാണിച്ച ദേ ഇത് കണ്ടല്ലോ, ഇതായിരിക്കും ഇനി മറുപടി പറയാ. എന്റെ ഈ കൈ കൊണ്ട് പോലും നിന്റെ ഈ വൃത്തികെട്ട തിരുമുഖം തൊടില്ല എന്നർത്ഥം. എടി ശാരദേ, നീ ചെവി നുള്ളിക്കോ. ഞാൻ ബാലചന്ദ്രനാണെങ്കി നീ ചെരുപ്പൂരി കാണിച്ച അതേ കൈകൊണ്ട് എന്റെ ചെരുപ്പ് ഞാൻ തുടപ്പിക്കും. നിന്റെ മക്കളിലൊരുത്തെ കെട്ടിക്കൊണ്ട് തന്നെ. എന്താ ഇയാൾക്കൊരു ടെൻഷൻ പോലെ? ഓ, മാർട്ടിന്റെ കാര്യം ആലോചിച്ചിട്ടാ? ദേ, അവനൊന്നും ഇനി ഒരു ചെറു വരല എനിക്ക് ആ ധൈര്യം ഉണ്ടാവില്ല. ആ കേസ് ക്ലോസ് ചെയ്തു. ദേ, ഇനി ഇയാൾ സമാധാനമായിട്ട് ഈ ഭക്ഷണം കഴിച്ചേ. ഊണല്ല, മസാലോശ വാങ്ങിച്ചത്. ഈ ഊണാവുമ്പോഴേ യാത്രക്കിടയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു 100 പാക്കറ്റ് തുറക്കണം. ഇയാളും മസാലോശ കഴിക്കുമല്ലോ അല്ലേ? നമ്മക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാരെല്ലാം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? സമയമാണെങ്കിൽ ഒരുപാട് പോയി. ഇനി നാഗർകോവിൽ എത്തുമ്പോ രാത്രിയാവും. ഇയാളത് കഴിച്ചേ. എനിക്കിപ്പോ വിശക്കുന്നില്ല. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അതെ, കഴിച്ചേ പറ്റുള്ളൂ. കഴിച്ചേ. ആ എന്ത് പറ്റി? ഈ രക്താണോ പ്രശ്നം? ഞാൻ പോയിട്ട് മണിയുടെ അടുത്തുനിന്ന് വെള്ളം എടുത്ത് കഴുകിയിട്ട് വരാം. പിടി, ഇത് കഴിച്ചോളണേ. കുറച്ച് വെള്ളം എടുത്തറ. ഈശ്വര, ഈ ഗുണ്ടയുടെ കൂടെ നാഗർകോവിൽ വരെ എങ്ങനെ യാത്ര ചെയ്യും? പറയാമ. മോളെ, നീ യാത്രയിലാണോ? അതെ അമ്മ. അല്ല, നീ കുറച്ചുമ്പേ വിളിച്ചപ്പോ ഫോൺ കട്ടായി പോയല്ലോ. അത് സിഗ്നൽ പോയതാ അമ്മ. അപ്പൊ നീ എന്തോ പറയാൻ തുടങ്ങിയല്ലോ, എന്താ അത്? അതമ്മയ്ക്ക് തോന്നിയതായിരിക്കും, ഞാനൊന്നും പറഞ്ഞില്ല. ശ്യാമയ്ക്ക് പനി എങ്ങനെയുണ്ട് ഇപ്പോ? കുറച്ചു കൂടുതലായിരുന്നു, ഗുളിക കൊടുത്തു. ഇപ്പോ പനിയൊന്ന് വിട്ടു നിൽക്കുക. ആണോ? ഭാഗ്യം. വേറെന്തുണ്ടമ്മ അവിടെ വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം മോളെ?
അല്ല, നിന്റെ സംസാരത്തിൽ ആകെ ഒരു വേവലാതി ഉണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അമ്മ, ഈശ്വര, ഇക്കാര്യം ഇപ്പൊ പറഞ്ഞു ഞാൻ തിരിച്ചെത്തുന്നത് വരെ അമ്മ തീ തിന്ന് മരിക്കും. അതുകൊണ്ട് തിരിച്ചെത്തി സമാധാനമായിട്ട് പറയാം. എന്താ മോളെ, നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ്, ഒന്നുമില്ല അമ്മ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ല. അല്ല, അവിടെ നിനക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, വൃന്ദ. അവള് വിളിച്ചോ? വിളിച്ചമ്മ, അവള് വരും എന്നെ പിക്ക് ചെയ്യാൻ. ആ, ശരി. അല്ല മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? വിശന്നൊന്നും ഇരിക്കല്ലോ. ഇല്ല, കഴിച്ചു. ദേ, സമയത്തിന് ആഹാരം കഴിക്കണം കേട്ടോ. അധികം ഉറക്കം ഒളിച്ച് പഠിക്കാനൊന്നും ഇരിക്കണ്ട. സമയം കിട്ടുമ്പോ വിളിക്കണേ നീ. വിളിക്കാം അമ്മ. മറക്കല്ലേ? ഇല്ല. ശരി മോളെ, എന്നാ ഞാൻ വെക്കട്ടെ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ദൈവങ്ങളെ, എന്റെ മോക്ക് ആപത്തൊന്നും വരുത്തല്ലേ. ഈശ്വര, ഒരു രാക്ഷസം കൂടെയുള്ള കാര്യം ഇങ്ങനെ ഞാൻ അമ്മയോട് പറയും. ഭക്ഷണം കഴിക്കും ശാലിനി. ഈ ശല്യം ഇനി സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, കഴിക്കടോ. ഇയാൾക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ട വേണ്ട എന്ന് 100 വട്ടം ഞാൻ പറഞ്ഞു. എന്നിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഇയാൾ എന്റെ ആരാ? ഭർത്താവാണോ, കാമുകനോ, അതോ സഹോദരനോ? എന്താ പ്രശ്നം പറഞ്ഞൂടാ? ഒരു തെരുവ് ഗുണ്ടയായ നിങ്ങളെ ഒരു സുഹൃത്തായി പോലും പരിഗണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശാലിനി, ഞാൻ എന്ത് ചെയ്തെന്നാ? തെറ്റെന്റേതാ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ ശരിക്കുള്ള പേര് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് അടുത്തിടപഴകി, ഒരുപാട് സംസാരിച്ചു, ചില സഹായങ്ങൾ സ്വീകരിച്ചു. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാം എന്റെ തെറ്റ്. ശാലിനി, അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? അതെല്ലാം എനിക്ക് നിങ്ങളോടുള്ള പ്രേമമായിട്ടല്ലേ നിങ്ങൾ വിചാരിച്ചേ? കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനിക്ക് ഒരു തെരുവ് ഗുണ്ടയോട് പ്രേമം. നടന്നത് തന്നെ. ശാലിനി, അപ്പൊ നിനക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലെന്നാണോ? ഇഷ്ടോ? എനിക്ക് നിങ്ങളോട് വെറുപ്പ്. പിന്നെ ഇപ്പൊ തോന്നുന്നതൊരു ഭയമാണ്. രക്തദാഹിയായ ഒരു ചെന്നായി കാണുമ്പോ തോന്നുന്ന ഭയം. ദയവ് ചെയ്ത് ഇനിയൊന്ന് വെറുതെ വിടുവോ? എനിക്ക് നിങ്ങളെ കാണുമ്പോ പേടിയാവോ? സമാധാനമായിട്ട് പോയി ഞാനൊന്ന് പരീക്ഷ എഴുതിക്കോട്ടെ. എന്റെ കുടുംബത്തിന്റെ സ്വപ്നം അത്. ദയവ് ചെയ്ത് അത് തകർക്കരുത്, പ്ലീസ്. ശരി ശാലിനി, വിട്ടേക്കാം. ഇനി ഞാൻ ശാലിനിക്ക് മുമ്പിലൊരു ശല്യമായി വരില്ല. സമാധാനമായിട്ട് പരീക്ഷ എഴുതിക്കോ. പക്ഷേ ശാലിനി ഇല്ലാതെ, ശാലിനിയുടെ ഇഷ്ടമില്ലാതെ വിഷ്ണു ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഒരു നിമിഷം പോലും. എടാ, ഡോർ തുറക്ക്. എന്തിനാ ചാലേ? നിന്നൊരു ഡോർ തുറക്കണം പറഞ്ഞേ. എന്താ ശാലിനി? ഒന്നുമില്ല. ആ, എനിക്ക് മനസ്സിലായി. ആ മാർട്ടിന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാന്നുള്ള പേടിയില്ലേ? എടോ, ഞാനില്ലേ തന്റെ കൂടെ? അത് മാത്രം ഇപ്പൊ എന്റെ പേടി. ഞാനേ മുറിവ് നന്നായിട്ട് അങ്ങ് കഴുകി ബസ്സിനകത്ത് ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇയാൾ കഴിച്ചില്ലേ? കഴിക്കേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഇപ്പൊ വിശപ്പില്ല. ഓക്കെ. ഇയാളോട് ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞ് ഭ്രാന്തെടുത്ത് എന്തെങ്കിലും കടുങ്കൈ ചെയ്യും.
പക്ഷെ ഇതിങ്ങനെ തുടരാനും വയ്യ. സമാധാനമായി സമയമെടുത്ത് വേണം എല്ലാം പറയാൻ. ഇയാളെന്താ ആലോചിക്കുന്നത്? അതെ, കൂടുതലിരുന്ന് ആലോചിക്കാതെ ഇയാളിരുന്ന് പഠിച്ചേ. അതെ, ആ കാശ് തരുന്നതിൽ വിഷമമൊന്നുമില്ല ചന്ദ്രയ ചേച്ചി. പക്ഷെ ഇതൊരു ബിസിനസ് ആവുമ്പോ അതിൽ സ്വന്തം ബന്ധം ഒന്നും പറയാൻ നിൽക്കരുത്. കയ്യില് കാശ് വായില് ദോശ, അതാ ബിസിനസ്. സമ്മതാണെങ്കിൽ ചേച്ചി ആളെ അയക്കേ. പറഞ്ഞ കാശ് ഞാൻ കൊടുത്തയക്കാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആ ശരി. അപ്പൊ ആന്റി, എവിടെ വിഷ്ണുവേട്ടൻ? ആന്റി വാക്ക് പറഞ്ഞതല്ലേ മിനിറ്റുകൾക്കകം ആളി മുറ്റത്ത് വരുന്ന. അവിടെ ഗാഥ കേക്കിലും മെഴുകുതിരിയും കുത്തിവെച്ച് കേക്ക് കട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും വിഷ്ണുവേട്ടനും ഫംഗ്ഷന് ചെല്ലുന്നു കരുതി അവള് 11:30 വരെ കാത്തിട്ട് കേക്ക് കട്ട് ചെയ്തു. 100 പേര്. All of them were waiting for us. അവരുടെ എല്ലാം മുന്നിൽ ഞാൻ ഇൻസൾട്ടഡ് ആയി. ഇനി നേരെ പോയി തൂങ്ങി ചത്താ മതിയെന്നാ എനിക്കിപ്പോ. അവൻ വരാന്ന് പറഞ്ഞിരുന്നു മോളെ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നോട് പറയുന്ന വാക്കിനും വിലയില്ലെന്നായോ? അവനിങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. തൽക്കാലം മോൾ ഒറ്റയ്ക്ക് പോ. ഞാൻ പിള്ളച്ചേട്ടനോട് ഡ്രൈവറിനെ വിളിക്കാൻ പറയാം. ഈ വിഷ്ണുവിട്ട് ശാലിനെ കൊണ്ട് എവിടെ പോയതാണോ എന്തോ. ഇനി കല്യാണം കഴിക്കാനോ മറ്റോ ആവോ? എങ്കിൽ എന്നോട് പറയാതെ പോവോ? ഏതായാലും കുറച്ചു കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കാം. அண்ணே கொஞ்சம் சீக்கிரம் விடுங்க அண்ணே. மச்சனே எடுக்க. ഹലോ മാർട്ടിൻ, 5 അല്ല 10 ലക്ഷം രൂപ തരും ഞാൻ. നീ നിന്റെ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് അവളെ തീർക്കാൻ നോക്കണം. കാര്യം നടന്നു കഴിഞ്ഞ് എന്നെ അറിയിച്ചാ മതി. കാശ് എവിടെയാന്ന് വെച്ചാ അപ്പൊ ഇട്ടുതരാം ഞാൻ. 10 അല്ല 20 ലക്ഷം കിട്ടിയാലും നടക്കില്ല മാഡം. ഞാൻ അവളെ അല്ല, അവളെ എന്നെയാ തീർത്ത് അവസാനിപ്പിച്ചത്. വാട്ട്? അവള് നിങ്ങളെ തീർത്തെന്നോ? വാട്ട് ദ ഹെൽ ഡു യു മീൻ? എന്നെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അവള്. ഞാൻ കേറി ഒന്ന് മുട്ടാൻ നോക്കി, പക്ഷെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല മാഡം. അതിനു മുമ്പ് അവളുടെ കൂടെ ഉണ്ടായിരുന്നവൻ എന്നെ പിടിച്ച് പഞ്ഞിക്കിട്ട്. കൂടെയുള്ളവനോ? ആരാത്? അവൻ തന്നെ, ആ ഗുണ്ട വിഷ്ണു. ആ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണു. ഇനി മാഡം എന്നെ വിളിക്കരുതെന്ന് പറയാനാ ഞാൻ ഈ കോൾ എടുത്തത്. ചാകാൻ പോകുന്ന അവസ്ഥയിലായി ഇപ്പൊ ഞാൻ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ അവളെന്ന് പറഞ്ഞ അവൻ എന്നെ കുത്തിയത്. ഇനി എന്റെ നമ്പർ തന്നെ മാഡം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഇനി ഉടനൊന്നും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എന്റെ ജീവിതം തന്നെ പാഴായി. കട്ടിയടാ.
ഇതുവരെ പോയില്ലേ